അറബിക്കടലിൽ നിന്ന് നെഞ്ചെടുപ്പിൽ കാലം കാത്തുവച്ചൊരു ദ്വീപ്. ചരിത്രം തനിക്ക് എഴുതി വെച്ച പാത്രങ്ങളിൽ നിന്ന് ഇന്നിൻ്റെ കഥ തുടങ്ങുന്നു. കൊച്ചിയുടെ ഹൃദയത്തിലേക്ക് നീളുന്ന കണ്ണിയായി ഐലൻഡ് എന്ന് നമ്മോട് പറയും. ആനയുള്ള കപ്പലുകളുടെ വാകയായും യുദ്ധകാലത്തിൻ്റെ കത്തിയ പൈപ്പുകളുടെയും ആധുനിക കേരളത്തിന് വാതിലുതിർന്ന പാതയുടെയും കഥ. നീരാടി ചന്തമാകുന്ന വണ്ടൂർക്കാട് നദിയും അഴിമുഖം കാണിച്ച കടലും ചേർന്ന് രൂപപ്പെടുത്തിയ മനുഷ്യൻ സ്വപ്നം കണ്ട ഒരു ഭൂമിത്തുണ്ടാണ് കൊച്ചിയിലെ ഐലൻഡ്, അതായത് വില്ലിംഗ്ടൺ ദ്വീപ്. പ്രകൃതിയുടെ കയ്യൊപ്പില്ലാതെയും മനുഷ്യബുദ്ധിയുടെ മാത്രം കരങ്ങളിൽ ഒപ്പിയെടുത്ത ഒരു കൃത്രിമ ഭൂമിയാണിത്. എന്നാൽ അതിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞാണ് കൊച്ചിയുടെ ഈ ഒരു പൈതൃക ഗാഥ. ഇന്ത്യൻ സമുദ്രതീരങ്ങളിൽ അങ്ങേയറ്റം വലിയ ഹാർബറുകളിൽ ഒന്നായ കൊച്ചി തുറമുഖം പണിയുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി 1936 ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ ദ്വീപ് രൂപം കൊണ്ടു. കടലിൽ നിക്ഷേപിച്ച മണൽപ്പൊടി, കല്ലുകൾ, മണ്ണ് ഇവയാൽ ചേർത്താണ് ഈ ദ്വീപ് ജനിച്ചത്. ഒരു മനുഷ്യൻ സമുദ്രത്തോട് നടത്തിയ വാത്സല്യത്തിൻ്റെ ഒരു പ്രതീകം. ഇന്ന് നമ്മൾ ഐലൻഡ് എന്ന് വിളിക്കുന്ന ഈ സ്ഥലം ആദ്യകാലത്ത് സിംപ്ലി ഐലൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴും പലർക്കും ഈ പേര് തന്നെ സ്വാഭാവികമായും വാക്കുകളിൽ നിറയും. പേരിന് പിന്നിലെ ചരിത്രം അവർക്ക് അറിയേണ്ടതില്ലെങ്കിലും ഐലൻഡ് എന്ന് പറയുമ്പോൾ ഓരോരോ കൊച്ചിക്കാരനും ഒരു അമിത സ്വഭാവം കാണിക്കും. അത്രയും മാത്രം ആ സ്ഥലത്തെ അദ്ദേഹം അനുഭവിച്ചിരുന്നു. അവിടെ നോക്കിയാൽ പഴയ ബ്രിട്ടീഷ് കെട്ടിടങ്ങൾ, സ്മൃതിയായി പാകിയ ഫലകങ്ങൾ, ഇഷ്ടിക കൊണ്ടുള്ള റോഡുകൾ, തുറമുഖത്തിൻ്റെ തിരക്കേറിയ ഗതാഗതം, ഇതെല്ലാം നമുക്ക് ഐലൻഡിൽ കാണാം. കൊച്ചി പോർട്ടിൻ്റെ ആസ്ഥാനമായി ഐലൻഡ് ദ്വീപ് വളർന്നു. നാവിക അക്കാദമി, നേവി ആസ്ഥാനങ്ങൾ, കസ്റ്റംസ് തുറമുഖം, ഇറക്കുമതി കയറ്റുമതി സ്ഥാപനങ്ങൾ എല്ലാം ഐലൻഡിനെ ഇന്ത്യയുടെ സമുദ്രതീര ഇടപാടുകളുടെ ഹൃദയസ്ഥലമാക്കി മാറ്റി. എന്നാൽ അതിനു പുറമെ ഐലൻഡിന് മറ്റൊരു മുഖവുമുണ്ട്: ശാന്തതയുടെ ഏകാന്ത നിഴലുകൾ. ഒരു കാലത്തും യാത്രക്കാരെ കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്ത വിശാലമായ കടൽപാതകളും, ചിലർക്ക് കാണാൻ കഴിയുന്ന പഴയ പാമ്പൻ തണ്ടുപോലെ വളർന്നു കിടക്കുന്ന റോഡുകളും, ചെറുകിട കപ്പലുകൾ കോരിടിക്കുന്ന ഷെഡുകളും ഒക്കെ ഐലൻഡ് നഗരമനസ്സിന് ഒരു കവിത. ഐലൻഡ് എന്നത് ഒരു ഭൂമിശാസ്ത്ര പദമല്ല, അത് മനുഷ്യൻ തൻ്റെ കഠിനാധ്വാനത്തിലൂടെ സൃഷ്ടിച്ച ഭൂപടത്തിലെ കരുത്താണ്. ചരിത്രത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും ദേശഭക്തിയുടെയും പരസ്പര ചിലമ്പങ്ങളാണ് അവിടെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ഈ ദ്വീപ് സമുദ്രത്തിൻ്റെ കാഴ്ചക്കാരിലുണ്ടായ ഒരു വിജയഗാഥ. കൊച്ചി ഐലൻഡിലെ ട്രെയിൻ ഗതാഗതം ബ്രിട്ടീഷുകാർ രൂപകൽപ്പന ചെയ്ത വില്ലിംഗ്ടൺ ദ്വീപിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി ആരംഭിച്ചു. 1935 ദ്വീപ് നിർമ്മാണം നടന്നപ്പോൾ കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും കല്ലും മറ്റും കൊണ്ടുവരാൻ പ്രത്യേക റെയിൽവേ പാതകൾ സ്ഥാപിക്കപ്പെട്ടു. ഇതുകൊണ്ടാണ് ഐലൻഡ് റെയിൽവേ കണക്ഷൻ തുടക്കം. പിന്നീട് കൊച്ചി ഹാർബർ റെയിൽവേ സ്റ്റേഷനും ദ്വീപിലേക്ക് ചരക്ക് ഗതാഗതത്തിനായുള്ള പ്രത്യേക ലൈസൻസ് വികസിപ്പിച്ചു. ഇന്ന് ഐലൻഡിലുണ്ടായിരുന്ന പല പഴയ ട്രക്കുകളും ഉപയോഗത്തിൽ ഇല്ലാതായെങ്കിലും കൊച്ചി ഹാർബർ ടെർമിനൽ എന്ന നിലയിൽ ഇവിടെ ഇപ്പോഴും ചില ചരക്കു റെയിൽ ഗതാഗതം നിലനിൽക്കുന്നു. നഗരത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് യാത്രാ ട്രെയിനുകൾക്കുള്ള സേവനം കുറഞ്ഞുവെങ്കിലും ചരിത്രപ്രധാനമായ ഈ പാത കേരളത്തിലെ ആദ്യത്തെ റെയിൽ ഹാർബർ കണക്ഷനായി മാറിയിരുന്നു എന്ന് പറയാം. ഐലൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ്. യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഹെറിറ്റേജ് സ്റ്റേഷനായിട്ട് നിലകൊള്ളുകയാണ്. ഇതൊരു ചരിത്ര സ്മാരകം എന്ന നിലയിൽ ഇന്നും നിലകൊള്ളുന്ന ഒരു വളരെ മനോഹരമായ ഒരു ചരിത്ര സ്മാരകം തന്നെയാണ്. ഒരു റെയിൽവേ സ്റ്റേഷൻ, പക്ഷേ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ ഒരിക്കലും തിരക്കുണ്ടാകില്ല. പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരെ കാത്തു നിൽക്കുന്ന ഒരാൾ പോലും കാണില്ല. ആഗോള സാമ്രാജ്യത്തിൻ്റെ താളത്തിൽ പായുന്ന കാലത്ത് കോഴിക്കോട്ടോ കോട്ടയത്തോ ഇല്ലാത്ത ഈ സ്റ്റേഷൻ പിറവിയെടുത്തത് ഒരു കാലത്ത് ബ്രിട്ടീഷ് എംപയറിൽ സമുദ്രത്തെ കീഴടക്കുവാൻ വേണ്ടിയായിരുന്നു. ഇതാണ് കൊച്ചിൻ ഹാർബർ റെയിൽവേ സ്റ്റേഷൻ. ഐലൻഡിൻ്റെ ഹൃദയത്തിൽ ചരിത്രത്തിൻ്റെ ശബ്ദമില്ലായ്മയിൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേർക്കാഴ്ച. ഒരു ഹാർബർ ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായി പിറന്ന ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ.
ഇന്ത്യയിൽ ഇതല്ലാതെ മറ്റൊരിടെയുമില്ല. കൊച്ചി പ്രദേശത്താണ് വീടെങ്കിലും ഈ ഐലൻഡിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതേ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് വരണമെന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം നമുക്കറിയില്ല ഇങ്ങനത്തൊരു റെയിൽവേ സ്റ്റേഷൻ ചരിത്ര സ്മാരകം പറ്റിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇന്നലെ കൂട്ടുകാരൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇന്നലെയാണ് നമ്മൾ അറിയുന്നത് ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കൊച്ചിക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സ്ഥലം കണ്ടില്ലെങ്കിൽ നമുക്ക് വളരെ നഷ്ടമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ ഈ ഒരു അവധി ദിവസമായപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു സ്ഥലം കാണാനായിട്ട് പോരാനിടയായത്. എന്തായാലും ഒരു നല്ല ഐലൻഡ് എന്ന് പറയുന്നത് കൃത്രിമമായി നിർമ്മിച്ച ഒരു കരഭൂമിയാണല്ലോ. അപ്പോൾ ഈ ഐലൻഡിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്റ്റോറി എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനുമുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഇവിടെ. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, വ്യവസായ സംരംഭങ്ങളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവർ വ്യവസായത്തിന് വേണ്ടിയിട്ട് മാത്രം നിർമ്മിച്ചതാണ്. പുരാതന വികസന പ്രവർത്തനങ്ങൾ പലതും ഇന്ന് കാടുകയറി ഈ ഒരു അവസ്ഥയിൽ ആയിരിക്കുകയാണ്. ഇഴജന്തുക്കളുടെ വാസസ്ഥലം എന്നതിലുപരി ഇവിടെ ഒന്നും തന്നെ നടക്കുന്നില്ല. പേരിന് ഒരു റെയിൽവേ ട്രാക്കും ഒരു റെയിൽവേ സ്റ്റേഷനും. അതോടുകൂടി ഈ ഐലൻഡിൻ്റെ റെയിൽവേ സ്റ്റേഷൻ കഥ നിർത്തുന്നു. ചരിത്രവും സംസ്കാരവും ഒത്തുചേരുന്ന അപൂർവ ഭൂഖണ്ഡമാണ് കൊച്ചി ഐലൻഡ്. തുറമുഖത്തിൻ്റെ താളം, നാവിക സഞ്ചാരത്തിൻ്റെ ഓർമ്മകൾ, നഗരവികസനത്തിൻ്റെ കഥകൾ എല്ലാം കൂടി ഈ ദ്വീപ് നമ്മോട് പറയുന്നത് ഇന്നും കാലത്തിൻ്റെ മഹിമയാണ്. കൊച്ചിയുടെ അഭിമാനമായ ഈ ദ്വീപ് നമ്മുടെ യാത്രകൾക്ക് പ്രചോദനവും ഭാവിക്ക് കരുത്തുമായിരിക്കട്ടെ. ഇതോടുകൂടി കൊച്ചി ഐലൻഡിനെ കുറിച്ചുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു ചരിത്ര യാത്രയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ഗുഡ് ബൈ.